അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. രാജകുമാരന്മാരെല്ലാം ആയുധവിദ്യയിൽ നിപുണരായി. അവർ പഠിച്ച സകല വിദ്യകളും രംഗത്ത് പ്രദർശിപ്പിച്ച് കാണിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ദ്രോണർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ അതിനുവേണ്ട ഏർപ്പാടെല്ലാം ചെയ്യുന്നതിന് നിർദ്ദേശം കൊടുത്തു. അരങ്ങേറുന്നതിന് വിസ്തൃതമായ വേദി തയ്യാറാക്കി. അതിനു ചുറ്റും കാഴ്ചപ്പുരകൾ ഉണ്ടാക്കി. രാജകൊട്ടാരത്തിലുള്ളവർക്കും സ്ത്രീകൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു. നിശ്ചയിക്കപ്പെട്ട ദിവസം എല്ലാവരും ആയുധാഭ്യാസ പ്രകടനം കാണുവാനെത്തി. കൊട്ടാരത്തിലുള്ളവർക്ക് പുറമെ ധാരാളം പൗരജനങ്ങളും എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ വളരെയേറെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതൊരു ഉത്സവവേള തന്നെയായിരുന്നു. രാജകുമാരന്മാർ ജ്യേഷ്ഠനായ ധർമാൽനജന്റെ പിന്നാലെ രംഗത്തെത്തി. കാഴ്ചക്കാർ ഹർഷാരവത്തോടെ അവരെ സ്വീകരിച്ചു. കുമാരന്മാർ അഭ്യസിച്ച വിദ്യകളൊക്കെ ഓരോന്നായി കാണിച്ചു തുടങ്ങി. ഓരോ വില്ലിന്റെയും മുറകളും തേരോടിക്കുന്ന ക്രമങ്ങളും ഗജാശ്വങ്ങളുടെ ഗതിയും മല്ലയുദ്ധവും അവർ രംഗത്ത് പ്രദർശിപ്പിച്ചു. അസ്ത്രങ്ങൾ എയ്തപ്പോൾ അത് തങ്ങളുടെ തലയിൽ തുളച്ചു കയറിയെന്ന് കാഴ്ചക്കാർക്ക് തോന്നി. എന്നാൽ അതവരുടെ തലയിൽ തൊട്ടതു തന്നെയില്ല. ആ ഒരു വിധത്തിൽ തലയ്ക്ക് മുകളിൽ കൂടി മാത്രമാണ് പോയത്. അത്രത്തോളം സൂക്ഷ്മമായ വിധത്തിലായിരുന്നു അസ്ത്രപ്രയോഗങ്ങൾ. കുമാരന്മാരുടെ അഭ്യാസങ്ങളെല്ലാം ഹൃദയം അടക്കിപ്പിടിച്ച് നിർനിമേഷരായിട്ടാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവർ ഏവരും കൗതൂഹല ചിത്തരായി ആർപ്പ് വിളിച്ച് കുമാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഭീമസേനനും ദുര്യോധനനും കൂടി ഗദായുദ്ധ മത്സര പ്രകടനം നടത്തി. രണ്ടുപേരും ഇതിൽ ഒരേപോലെ പ്രാവീണ്യം നേടിയവരായിരുന്നു. എന്നാലും അവരിൽ ആർക്കാണ് കൂടുതൽ മുൻതൂക്കമെന്ന് നിർണയിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവരുടെ പ്രകടനം. കാഴ്ചക്കാർ ചേരിതിരിഞ്ഞ് കൈയടിച്ച് കാഹളമൂതിയും ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഭേഷ് ഭേഷ് ഭീമൻ, ഭേഷ് ഭേഷ് ദുര്യോധനൻ എന്നിങ്ങനെ രണ്ടു പക്ഷത്തുമുള്ള കാഴ്ചക്കാർ ഇരുവരെയും അഭിനന്ദിച്ചു. സമുദ്രം ഇരുമ്പുന്നത് പോലെയുള്ള ആരവം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ശാശ്വത വൈരികളായ ഭീമസേനനും ദുര്യോധനനും കൂടി നടത്തുന്ന പ്രദർശന മത്സരം യഥാർത്ഥ മത്സരമായി തീരുമോ എന്ന് ഏവരും ഭയപ്പെട്ടു. ഇതേ ഭയം ഗുരുവായ ദ്രോണാചാര്യർക്കും ഉണ്ടായിരുന്നു. ദ്രോണൻ ഉടൻ തന്നെ തന്റെ പുത്രനായ അശ്വത്ഥാമാവിനെ നിയോഗിച്ച് ഗദാമത്സര പ്രകടനം നിർത്തിവെപ്പിച്ചു. അതിനുശേഷം ദ്രോണർ രംഗവേദിയിൽ പ്രവേശിച്ചു. അദ്ദേഹം കൈ ഉയർത്തി വാദ്യഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും നിർത്തുവാൻ ആംഗ്യം കാണിച്ചു. എല്ലാ ശബ്ദവും അവസാനിച്ചു. എങ്ങും നിശബ്ദത പരന്നു. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, അടുത്തതായി സർവശസ്ത്ര പണ്ഡിതനും എനിക്ക് ഏറ്റവും പ്രിയങ്കരനുമായ ജിഷ്ണു രംഗപ്രവേശം ചെയ്യുന്നതാണ്. അവൻ ഇന്ദ്രന്റെ പുത്രനും മറ്റൊരു വിഷ്ണുവിന് തുല്യനുമാണ്. അപ്പോൾ പൊൻചട്ട ധരിച്ച് ഉറയിട്ട കയ്യിൽ വില്ലും അമ്പുമേന്തി കോമളകാരനായ ഒരു യുവാവ് രംഗപ്രവേശം ചെയ്തു. സവ്യസാചിയെ കണ്ടപ്പോൾ കാണികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരാഘോഷം മുഴക്കി. അവരുടെ ഉത്സാഹം വർദ്ധിച്ചു. മംഗളശംഖധ്വനി മുഴങ്ങി. വാദ്യാഘോഷങ്ങളുടെ മധുരസ്വരം ഉയർന്നു. അർജുനൻ ജയ്, പാർത്ഥൻ ജയ്, ഫൽഗുനൻ വിജയ്, ഇന്ദ്രപുത്രൻ ജയ് എന്നിങ്ങനെ കാഴ്ചക്കാർ ആനന്ദഭരിതരായി വിളിച്ചു പറഞ്ഞു. കടലിരുമ്പുന്ന വിധത്തിൽ ആകാശം പിളരുന്ന ഈ ആരവം എന്താണ്? അന്ധനായ ധൃതരാഷ്ട്രർ അടുത്തിരുന്ന വിതുരനോട് ചോദിച്ചു. മഹാരാജാവേ, അത് അർജുനന്റെ രംഗപ്രവേശനം ചെയ്തപ്പോഴുള്ള ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനമാണ്, വിതുരർ അറിയിച്ചു. പൗരജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് സന്തുഷ്ടനായ അർജുനൻ ഉത്സാഹഭരിതനായി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. പാർത്ഥൻ തന്റെ അഭ്യാസ പ്രകടനം ആരംഭിച്ചു. അദ്ദേഹം ആഗ്നേയാസ്ത്രത്താൽ അഗ്നി ഉണ്ടാക്കി, വരുണാസ്ത്രത്താൽ മഴയുണ്ടാക്കി, വായവ്യാസ്ത്രത്താൽ കാറ്റുണ്ടാക്കി, ഇന്ദ്രാസ്ത്രത്താൽ മേഘങ്ങൾ ഉണ്ടാക്കി, ശിഖിരാസ്ത്രത്താൽ കൊടുമുടി കാട്ടി, ഭൗമാസ്ത്രത്താൽ ഭൂമിക്കുള്ളിൽ മറഞ്ഞു, അന്തർധാനാസ്ത്രത്താൽ അന്തർധാനം ചെയ്തു. ഒരു നിമിഷം കൊണ്ട് ദീർഘഗായനായി, അടുത്ത നിമിഷത്തിൽ തന്നെ കുറയവനായി. തേർത്തടത്തിലും തേർമുഖത്തിലും ഒരേ സമയം കാണപ്പെട്ടു. കയറിൽ കെട്ടിത്തൂങ്ങി ആടുന്ന കാളക്കൊമ്പിൽ പാർത്ഥൻ 21 അസ്ത്രങ്ങൾ മുറയ്ക്ക് എയ്തു തറച്ചു. കേവലം അസ്ത്രവിദ്യയിൽ മാത്രമായിരുന്നില്ല, ശരങ്ങൾ കൊണ്ട് കാട്ടിയതുപോലെയുള്ള അത്ഭുത പ്രകടനങ്ങൾ വാളുകൊണ്ടും ഗദ കൊണ്ടും ബൽഗുണൻ പ്രകടിപ്പിച്ചു. കാണികൾ ഇതെല്ലാം കണ്ട് ആശ്ചര്യ പരതന്ത്രരായിരുന്നു. സവ്യസാചിയായ അർജുനന്റെ അഭ്യാസ പ്രകടനം മാസ്മരികമായ വിദ്യ കൊണ്ടെന്ന വണ്ണം കാണികളെ വശീകരിച്ചു. അവരെല്ലാം മതിമറന്ന് വീണ്ടും വീണ്ടും ഉച്ചസ്ഥയിൽ വിളിച്ചു പറഞ്ഞു, ജയ് ജയ് അർജുനൻ,
ജയ് ജയ് വിജയൻ, ജയ് ജയ് ഫൽഗുണൻ. അർജുനൻ പ്രകടനം അവസാനിപ്പിച്ചു. കാണികളെ കൈകൂപ്പി വന്ദിച്ചു. കാഴ്ചക്കാർ അപ്പോഴും ആഹ്ലാദ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് രംഗവേദിയുടെ പ്രവേശന ദ്വാരത്ത് ഒരാളെത്തി. ദർശനമാത്രയിൽ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ അയാളിൽ പതിഞ്ഞു. അത്ഭുതം കൂറുന്ന മിഴികളിലൂടെ എല്ലാവരും ആ വ്യക്തിയെ നോക്കി നിന്നു. ജനങ്ങളുടെ ആരവം നിലച്ചു. പ്രവേശന ദ്വാരത്ത് കണ്ടതൊരു വ്യക്തിയായിട്ടല്ല ജനങ്ങൾക്ക് തോന്നിയത്. അത് കേവലം ഒരു തേജസ് ആൾരൂപം പൂണ്ടിരിക്കുന്നത് പോലെ തന്നെ തോന്നി. ഏറ്റവും തേജസ്വിയായ ഒരു യുവാവ് ചുറുചുറുക്കോടെ നടന്നുവന്ന് പ്രദർശനവേദിയുടെ മധ്യത്തിൽ നിന്നു. ഉജ്ജ്വലമായ കവചം ധരിച്ച് സൂര്യപ്രഭയെ വെല്ലുന്ന കർണകുണ്ടലങ്ങളും വില്ലും വാളും കരങ്ങളിലേന്തി ഉന്നത ശീർഷനായി തനിക്ക് താൻ പോരും എന്ന ഭാവത്തോടെ നിർഭയനായി വന്നു നിന്ന യുവകേസരിയെ കണ്ടപ്പോൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, കർണൻ, കർണൻ, കർണൻ. കർണൻ സദസ്സിലൊട്ടാകെ കണ്ണോടിച്ചു. കൃപന്റെയും ദ്രോണന്റെയും മുന്നിലെത്തി. തല മാത്രം കുനിച്ച് നാമമാത്രമായി വണങ്ങി. മാറി നിന്ന് അർജുനന്റെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഹേ പാർത്ഥ, നീ വെറുതെ ഞെളിയേണ്ട. നീ കാട്ടിയ വിദ്യകളൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ടതായി ഞാൻ ഇവിടെ ഇപ്പോൾ കാണിക്കാം. എന്താണ് കർണൻ കാണിക്കുവാൻ പോകുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ കാണികൾ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. കർണൻ ദ്രോണാചാര്യരുടെ അനുമതിയോടെ തന്റെ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. പാർത്ഥൻ ചെയ്തതൊക്കെ വളരെ നിസ്സാരമായ ഭാവത്തിൽ കർണൻ പ്രകടിപ്പിച്ചു. കർണന്റെ മികവുറ്റ പ്രകടനം കണ്ട് കാഴ്ചക്കാർ കർണനെ പുകഴ്ത്തി. ദുര്യോധനാദികൾക്ക് കർണന്റെ മികച്ച പ്രകടനം മരണശൈലിയിൽ കിടക്കുന്നവന് അമൃത് ലഭിക്കുന്നത് പോലെയായിരുന്നു. അവർക്ക് ഉത്തേജകമായ ഒരു ഔഷധം തന്നെയായിരുന്നു അത്. അവർ രംഗവേദിയുടെ മധ്യത്തിലേക്ക് ഓടി കർണന്റെ ചുറ്റും നിന്ന് അവനെ അഭിനന്ദനം കൊണ്ട് മൂടി. ദുര്യോധനൻ കർണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് സ്വാഗതം. നീ ഈ സന്ദർഭത്തിലായത് വളരെ നന്നായി. എനിക്കുള്ളതെല്ലാം നിനക്ക് അധീനമാണ്. കർണൻ മറുപടി പറഞ്ഞു, ഭവാൻ എന്നും എന്റെ ഉത്തമ സുഹൃത്തായിരിക്കണം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ അർജുനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർണന്റെ വാക്കുകൾ അർജുനന്റെ അഭിമാനത്തെ സ്പർശിച്ചു. അവൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാകാം. അതോടെ നിന്നെ കാലപുരിയിലേക്ക് തന്നെ അയച്ചേക്കാം. കർണൻ മറുപടി പറഞ്ഞു, എന്തിനാണ് വീമ്പ് പറയുന്നത്? നമുക്ക് അമ്പുകൊണ്ടാകാം സംസാരം. നിന്റെ പ്രിയ ഗുരുവായ ദ്രോണരുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ ശിരസ് ഞാൻ ഖണ്ഡിക്കും. ദ്രോണരുടെയും സഹോദരന്മാരുടെയും അനുമതിയോടെ അർജുനൻ രംഗവേദിയിലേക്ക് ഇറങ്ങി. ദുര്യോധനാദികളുടെ പിന്തുണയോടെ കർണനും ഒരുങ്ങി നിന്നു. വില്ലാളി വീരന്മാരായ തന്റെ 2 പുത്രന്മാർ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി അരയും തലയും മുറക്കി രംഗപ്രവേശനം ചെയ്തപ്പോൾ കുന്തിദേവി മോഹാലസ്യപ്പെട്ടു വീണു. എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും അറിയാവുന്ന വിതുരൻ ഗംഗാജലം കുന്തിയുടെ മുഖത്ത് തെളിച്ചു. അവർ കണ്ണു തുറന്നു. തോഴിമാർ അവരെ വീശി. അവർ ഇരുകഥാവി മൂടെയായി നിന്നു. തന്റെ സ്വന്തം പുത്രന്മാരെ നോക്കിക്കൊണ്ട് മരപ്പാവ് കണക്ക് അവിടെ ഇരുന്നു പോയി. തന്റെ പുത്രന്റെ പരാക്രമം കാണുവാൻ മേഘപാളുകളുടെ മറവിൽ ഇന്ദ്രൻ വന്നു നിന്നു. അപ്പോൾ മേഘജാലങ്ങൾ മാറ്റി സൂര്യൻ തന്റെ പുത്രനെ വാത്സല്യത്തോടെ നോക്കി നിന്നു. ഉഗ്രപരാക്രമികളായ 2 സിംഹങ്ങൾ ഏറ്റുമുട്ടുവാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് കർണനും അർജുനനും നിലകൊണ്ടത്. ഈ വീരപുത്രന്മാരുടെ സംഘടനം ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കൃപാചാര്യർ മുന്നോട്ട് വന്നു. ദ്വന്ദ്വയുദ്ധ മര്യാദകളും ലോകാചാരങ്ങളും നല്ലതുപോലെ അറിയാവുന്ന അദ്ദേഹം പറഞ്ഞു, ദ്വന്ദ്വയുദ്ധം നടത്തുന്നത് പ്രത്യേക നിബന്ധനകൾ അനുസരിച്ചാണ്. രാജപുത്രന്മാർ ഒരിക്കലും സാധാരണക്കാരോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുവാൻ പാടില്ല. അർജുനൻ കുന്തിദേവിയുടെ പുത്രനാണ്. അവൻ പാണ്ഡവ നന്ദനായ കൗരവനാണ്. അവൻ കർണനോട് യുദ്ധം ചെയ്യണമെങ്കിൽ കർണൻ ഏത് രാജകുലത്തിലാണ് പിറന്നത്, അവന്റെ അമ്മയാര്, അച്ഛനാര് എന്നൊക്കെ എനിക്കറിയണം. അതറിയാത്ത പക്ഷം ദ്വന്ദ്വയുദ്ധം നടത്തുവാൻ പാടില്ല. കൃപാചാര്യരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ സൂതന്റെ വളർത്തുപുത്രനായി ദുര്യോധനന്റെ ആശ്രിതനായി രാജകൊട്ടാരത്തിൽ വളർന്നു വന്ന രാധേയന്റെ മുഖം മങ്ങി. അവൻ ലജ്ജിച്ച് തല താഴ്ത്തി. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടും നിന്ന ദുര്യോധനന് ഒട്ടും സഹിച്ചില്ല. അവൻ കർണന്റെ രക്ഷയ്ക്കെത്തി. ചൊടിച്ചുകൊണ്ട് ദുര്യോധനൻ കൃപാചാര്യരോട് പറഞ്ഞു, ഓഹോ, രാജാവിനോടല്ലാതെ മറ്റാരോടും പാർത്ഥൻ നേരിടുകയില്ലേ? അല്ലേ? എങ്കിൽ അതിന് വഴിയുണ്ട്. ഞാനിതാ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി വാഴിക്കുന്നു. ഉടൻ കർണനെ ഒരു സ്വർണപീഠത്തിലിരുത്തി ആ സദസ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ വൈദിക ബ്രാഹ്മണരെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച് യഥാവിധി അംഗരാജ്യത്തിലെ അധിപനാക്കി കിരീടമണിയിച്ചു. എന്താ ഇനി എന്തു പറയുന്നു എന്ന ഭാവത്തോടെ ദുര്യോധനൻ കൃപാചാര്യനെ നോക്കി. അപമാനഭാരത്താൽ മുഖം കുനിക്കേണ്ടി വന്ന കർണൻ കൃതജ്ഞാ നിർഭരമായ ഹൃദയത്തോടും
പ്രകാശനമയമായ മുഖത്തോടും കൂടി ദുര്യോധനനോട് ചോദിച്ചു, ഈ രാജദാനത്തിന് തക്കതായി ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത്? ഒന്നും വേണ്ട, ഭവാന്റെ ദൃഢമായ സഖ്യം മാത്രം മതി എനിക്ക്, ദുര്യോധനൻ മറുപടി പറഞ്ഞു. അവർ അതിരിട്ട സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദവാരിധിയിൽ ആറാടി. ഈ സന്ദർഭത്തിൽ വടിയും കുത്തിപ്പിടിച്ച് വിരൂപനായ ഒരു വൃദ്ധൻ രംഗത്തേക്ക് വന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. വിയർപ്പിൽ കുളിച്ച് കിതച്ചുകൊണ്ടാണ് ആ വൃദ്ധനായ അദ്ദേഹം അവിടെ എത്തിയത്. വൃദ്ധനെ കണ്ടയുടൻ രാധേയൻ അമ്പും വില്ലും താഴെ വെച്ച് അയാളുടെ അടുത്തെത്തി ഭക്തിപൂർവ്വം തലകുനിച്ച് വിനയാന്യോദ്യനായി നിന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് വൃദ്ധൻ കർണനെ ആശ്ലേഷിച്ചു. ഈ വൃദ്ധൻ അധിരഥൻ എന്നു പേരുള്ള തേരാളിയായിരുന്നു. ഇയാളാണ് പണ്ട് ശിശുവായിരുന്ന കർണനെ പേടകത്തിൽ നിന്നെടുത്ത് പുത്രനിർവേഷമായ സ്നേഹത്തോടെ വളർത്തിയത്. അയാളുടെ ഭാര്യ രാധയും അധിരഥനും കർണൻ അമ്മയും അച്ഛനുമായിരുന്നു. രാധേയൻ അമ്മയെയും അച്ഛനെയും വളരെയേറെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. കർണന്റെ അഭ്യാസ പാടവം കാണുവാൻ വന്ന വൃദ്ധൻ തന്റെ പുത്രൻ അംഗരാജാവായി അഭിഷിക്തനാവുന്നത് കണ്ടപ്പോൾ അവനെ ആലിംഗനം ചെയ്ത് നിർവൃതി അടയാനാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് കർണന്റെ അടുത്തേക്ക് വന്നത്. അതാകട്ടെ പാണ്ഡവരിൽ മറ്റൊരു വിധത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയത്. കർണൻ സൂതപുത്രനാണെന്ന് ധരിച്ച പാണ്ഡവന്മാർ കർണനോട് പുച്ഛമാണ് തോന്നിയത്. ഭീമസേനൻ പറഞ്ഞു, എടാ സൂതപുത്ര, നീ പാർത്ഥന്റെ കയ്യൂക്ക് കൊണ്ട് എന്തിനാണ് പോരിൽ ചാവുന്നത്? നിന്റെ കുലത്തിന് യോജിച്ച ചമ്മട്ടി കയ്യിലെടുക്കുന്നതാണ് നിനക്ക് നല്ലത്. അംഗരാജ്യം വാഴാൻ പോകുന്നത് ഒരു തേരാളിയോ? ഹാ കഷ്ടം! ഭീമന്റെ പരിഹാസം കർണന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. അപമാനത്താലും അമർഷത്താലും അവന്റെ ചുണ്ടുകൾ വിറച്ചു. സ്വന്തം അച്ഛനാണെന്നറിയാതെ പഞ്ചിമാംബരത്തിൽ നിൽക്കുന്ന അസ്തമന സൂര്യനെ നോക്കി കർണൻ നെടുവീർപ്പെട്ടു. അപ്പോൾ ദുര്യോധനൻ ഒരു മത്തേപത്തെ പോലെ അലറിക്കൊണ്ട് ഭീമനോട് പറഞ്ഞു, എടാ, ഇത്തരം വാക്കുകൾ ഒരിക്കലും ഒരു ക്ഷത്രിയന് ചേർന്നതല്ല. ശൂരന്മാരുടെയും നദികളുടെയും ഉത്ഭവരഹസ്യം ആരും അന്വേഷിക്കാറില്ല. നമ്മുടെ ഗുരുഭൂതനായ ദ്രോണാചാര്യൻ കുടത്തിൽ നിന്നുത്ഭവിച്ചവനല്ലേ? കൃപാചാര്യൻ എവിടെ നിന്നുണ്ടായി? നീ തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാവരുടെയും ഉത്ഭവം എങ്ങനെയാണെന്ന് എനിക്കറിയാം. കർണനെ അധിക്ഷേപിക്കുവാൻ എന്താണുള്ളത്? ജനിക്കുമ്പോൾ തന്നെ കവചവും കർണകുണ്ടലങ്ങളും ധരിച്ച് മഹാപുരുഷന്മാർക്കു വേണ്ട സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ഒരു ജ്യോതിസ് പോലെ ജനിച്ച കർണൻ തീർച്ചയായും ഒരു സാധാരണക്കാരന്റെ പുത്രനല്ല. നിശ്ചയമായും പുലിയെ മാൻപേട പ്രസവിക്കുകയില്ല. ഇവൻ അംഗരാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഭരിക്കുവാൻ കെൽപ്പുള്ളവനാണ്. ദുര്യോധനന്റെ വീരഗർജനം കേട്ടപ്പോൾ അത് സത്യവും ന്യായയുക്തവുമാണെന്ന് കേട്ടിരുന്ന സദസ്സിന് തോന്നി. അവർ ബേഷ് ബേഷ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്റെ പുത്രനായ കർണന്റെ ദുര്യോഗത്തിൽ ഖിന്നനായ സൂര്യഭഗവാൻ ആ രംഗം കണ്ടു നിൽക്കുവാൻ ശക്തനാവാതെ പശ്ചിമ വാരധാരിയിൽ മറഞ്ഞു കളഞ്ഞു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ്വന്ദ്വയുദ്ധം നടത്തുവാൻ നിയമമില്ല. അങ്ങനെ കർണനും അർജുനനും കൂടി ഉണ്ടാകാമായിരുന്ന ഏറ്റുമുട്ടൽ ഒഴിവായി. ദ്വന്ദ്വയുദ്ധം ഒഴിവായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കുന്തിദേവിയായിരുന്നു. തന്റെ സീമന്തപുത്രൻ അംഗരാജാവായതിലും അവർ ഉള്ളാലെ ആമോദിച്ചു. ദുര്യോധനൻ കർണനെ സ്വാന്തനപ്പെടുത്തി തന്റെ കൂടെ കൊണ്ടുപോയി. കാണികളിൽ ചിലർ അർജുനനെയും മറ്റു ചിലർ കർണനെയും പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞുപോയി. രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം പൂർത്തിയായി. ദ്രോണർക്ക് ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയമായി. ഒരു ദിവസം ദ്രോണർ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിരുത്തി ഗുരുദക്ഷിണയുടെ കാര്യത്തെപ്പറ്റി അവരെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടി എന്റെ മുമ്പാകെ കൊണ്ടുവന്നു തരണം. അതാണ് എനിക്ക് വേണ്ട ഗുരുദക്ഷിണ. എന്നാൽ നിങ്ങൾക്ക് നന്മ വരും. ശിഷ്യന്മാർ ഗുരുവിന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതിലേക്കായി പുറപ്പെട്ടു. അവരെല്ലാം അങ്ങനെ പാഞ്ചാല രാജ്യത്തെത്തി. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ തുടങ്ങിയ കൗരവന്മാർ രാജധാനിയിൽ പ്രവേശിച്ചു. പാണ്ഡവന്മാർ അവരുടെ കൂടെ പോയില്ല. അവർ നഗരത്തിൽ പ്രവേശിക്കാതെ നഗരപ്രാന്തത്ത് ഒതുങ്ങിക്കഴിഞ്ഞു. കൗരവന്മാരെ കൊണ്ട് ദ്രുപദനെ പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കൗരവപ്പട, അതായത് ദുര്യോധനനും മറ്റും രാജധാനിയിൽ പ്രവേശിച്ച വിവരം ദ്രുപദൻ അറിഞ്ഞു. ഉടനെ തന്നെ സൈന്യങ്ങളോടുകൂടി അവരെ നേരിട്ടു. അദ്ദേഹം ശരജാലം കൊണ്ട് കൗരവസേനയെ മോഹിപ്പിച്ചു. ഒറ്റയ്ക്കെതിർത്ത ദ്രുപദനെ അനേക രൂപത്തിലാണ് കൗരവർ കണ്ടത്. അവർ ഭയപ്പെട്ടു. വീരന്മാരായിട്ടുള്ള എല്ലാ പാഞ്ചാല രാജാക്കന്മാരും സിംഹനാദം മുഴക്കി. രാജധാനിയിലെ ആബലവൃത്തും ജനങ്ങളും പാഞ്ചാല സൈന്യത്തോട് ചേർന്ന് കൗരവരോട് ഏറ്റുമുട്ടി. ഗത്യന്തരമില്ലാതെ കൗരവന്മാർ പിന്തിരിഞ്ഞോടി. പാഞ്ചാലർ വിജയാഹ്ലാദത്തോടെ തുള്ളിച്ചാടി. ഇതും കൂടി കഴിഞ്ഞപ്പോൾ പാണ്ഡവർ ദ്രുപദനെ ആക്രമിക്കുവാൻ തയ്യാറായി.
യുധിഷ്ഠിരൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തി. നകുല സഹദേവന്മാരെയും യുധിഷ്ഠിരന്റെ തുണയ്ക്കും ഏർപ്പെടുത്തി. എന്നിട്ട് ഭീമസേനനും അർജുനനും കൂടി മാത്രമാണ് ദ്രുപദനെ ആക്രമിക്കുവാൻ പോയത്. അർജുനൻ തേർതെളിച്ചു. നിർഭയരായ ജ്യേഷ്ഠാനുജന്മാർ ഇരുവരും പാഞ്ചാല സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് തേരോടിച്ചു കയറ്റി. ഭീമൻ ഗദയുമായി ചാടിയിറങ്ങി. ഗജവീരൻ കരിമ്പിൻ തോട്ടത്തിൽ കയറി കരിമ്പൊടിക്കുന്ന ലാഘവത്തോടെ ഭീമൻ ഗദ ചുഴറ്റി വായുവേഗത്തിൽ എല്ലായിടത്തും ഓടി നടന്ന് പാഞ്ചാലരെ അടിച്ചു വീഴ്ത്തി. അവനെ എയ്തു വീഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് തികഞ്ഞ പരാജയമാണ് സംഭവിച്ചത്. അവന്റെ നേരെ വന്ന അമ്പുകളെയെല്ലാം ഭീമൻ നിഷ്പ്രയാസം തടയുന്നത് കണ്ട് ശത്രുക്കൾ അമ്പരന്നു. അർജുനനാകട്ടെ തുരുതുര അമ്പുകളെ ഇതുകൊണ്ടേയിരുന്നു. ബാണമെടുക്കുന്നതും തൊടുക്കുന്നതും വിടുന്നതും കാണുവാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ദ്രുതഗ്രതിയിലാണ് ദ്രുപദന്റെ സൈന്യങ്ങളുടെ നേർക്ക് അമ്പുകൾ എയ്തത്. ഒരൊറ്റ ബാണം പോലും ആർക്കും അർജുനന്റെ ശരീരത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞില്ലെന്നല്ല പറയേണ്ടത്, രോമത്തിൽ പോലും കൊള്ളിക്കുവാൻ കഴിഞ്ഞില്ല. ദ്രുപദൻ അമ്പരന്നു. എങ്കിലും വിട്ടില്ല. അവന് കൂട്ടിനായി മന്ത്രിയായ സത്യജിത്ത് ഉണ്ടായിരുന്നു. സത്യജിത്തിന്റെയും തേരും കുതിരകളും അമ്പും വില്ലും കൊടിയുമെല്ലാം വിജയൻ എയ്തു വീഴ്ത്തി. സത്യജിത്തിന്റെ കഷ്ടാവസ്ഥ കണ്ട ദ്രുപദൻ അർജുനനോട് നേരിട്ടു. ക്ഷണനേരം കൊണ്ട് ദ്രുപദന്റെ വില്ലെറുത്ത് കൊടിയും വീഴ്ത്തി അശ്വങ്ങളെയും സൂതനെയും എയ്തു വീഴ്ത്തി. മുറിഞ്ഞ വില്ലിന് പകരമായി മറ്റൊരു വില്ലെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അർജുനൻ വാളുമായി ദ്രുപദന്റെ തേരിൽ ചാടിക്കേറി. പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന ലാഘവത്തോടെ ദ്രുപദനെ പിടികൂടി. ദ്രുപദൻ അർജുനന്റെ ബലിഷ്ഠമായ കൈകളിൽ അമർന്നു. ഇത്രയും കണ്ടപ്പോഴേക്കും പാഞ്ചാല സൈന്യം വിരണ്ടോടി. അപ്പോഴും പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ ഭീമൻ പാഞ്ചാലരെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട് അർജുനൻ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, ദ്രുപദൻ എന്നും നമ്മുടെ ബന്ധുവായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യങ്ങളെ ഇനിയും അടിച്ചു കൊല്ലരുത്. ദ്രുപദനെ കൊണ്ടുപോയി നമുക്ക് ഗുരുദക്ഷിണ നൽകാം. മനസ്സില്ലാ മനസ്സോടെ ഭീമസേനൻ തന്റെ ആക്രമണം നിർത്തി. തുടർന്ന് അർജുനനോടൊപ്പം ബന്ധനസ്ഥരായ ദ്രുപദനെയും സത്യജിത്തിനെയും കൊണ്ട് ദ്രോണരുടെ അടുത്തേക്ക് കുതിച്ചു. അവർ ഗുരുദക്ഷിണ ഗുരുവിന്റെ മുമ്പാകെ അർപ്പിച്ച് അനുസരണയുള്ള നിർദോഷികളായ ബാലന്മാരെ പോലെ ഗുരുവിനെ വന്ദിച്ച് ഒതുങ്ങി നിന്നു. എന്താണ് സംഭവിക്കുവാൻ പോകുന്നറിയാത്ത വിഷണ്ണനായി മുന്നിൽ നിൽക്കുന്ന ദ്രുപദനെയും അമാത്തിനെയും നോക്കി ദ്രോണൻ ക്രൂരമായി ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിരി പുണ്ണിൽ കൊള്ളിവെക്കുന്നത് പോലെ വേദനാജനകമായിരുന്നു ദ്രുപദന്. അദ്ദേഹം അപമാന ഭാരത്തോടെ ദ്രോണരുടെ മുന്നിൽ ശിരസു കുനിച്ചു. ദ്രോണൻ പറഞ്ഞു, ദ്രുപദ രാജാവേ, നിന്റെ രാജസ്ഥാനം തീർന്നിരിക്കുന്നു. നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. പണ്ട് നാം സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ നീ ഓർക്കുന്നുണ്ടോ? ഗുരുവിന്റെ ആശ്രമത്തിൽ നാം ഉറ്റതോഴന്മാരായി ഒന്നിച്ചു പഠിച്ചു വളർന്നത് നീ ഓർക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ അതിൻ്റെ മധുര സ്മരണകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. നിനക്ക് പ്രാണഭയം വേണ്ട. വിപ്രനായ, അതായത് ബ്രാഹ്മണനായ ഞാൻ ക്ഷമയുള്ളവനാണ്. ഇപ്പോൾ ഞാനാണ് പാഞ്ചാല രാജാവ്. എങ്കിലും രാജാവല്ലാത്ത നിന്നെ എൻ്റെ സുഹൃത്തായി കരുതുവാൻ എനിക്ക് വിരോധമില്ല. ഭാഗീരഥിക്ക് തെക്കുഭാഗത്തുള്ള പകുതി രാജ്യം ഞാൻ നിനക്ക് വീണ്ടു തരാം. അവിടുത്തെ രാജാവായി നിനക്ക് തുടരുകയും ചെയ്യാം. വടക്കുഭാഗത്തുള്ള രാജ്യത്തിന് ഇനി മുതൽ ഞാനാണ് നാഥൻ. ഇപ്പോൾ നാം തുല്യരായില്ലേ? നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഞാൻ നിന്റെ തോഴനാവുകയും ചെയ്യാം. അസ്ത്രശസ്ത്രം പരംഗതനായ ദ്രോണർ പരിഹാസത്തിന്റെ ക്രൂരമ്പുകൾ ഇപ്പോൾ ദ്രുപദന്റെ നേർക്ക് എയ്തുവിട്ടത്. ദ്രുപദൻ അതേറ്റ് പിടച്ചു. എങ്കിലും അയാളിലുണ്ടായിരുന്ന ക്ഷാത്ര തേജസ് മരിച്ചില്ല. ദ്രുപദൻ സമചിത്തത കൈവരിച്ച് ദ്രോണരോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, വീരന്മാരായ പുരുഷന്മാർക്ക് ജയവും തോൽവിയും ഒരേപോലെയാണ്. എനിക്ക് ഇതൊരാശ്ചര്യമല്ല. നാം തമ്മിൽ സുഹൃത്തുക്കളായി ജീവിക്കുന്നതിന് ഞാനും ആഗ്രഹിക്കുന്നു. ദ്രുപദനെ കെട്ടഴിച്ചു വിട്ടു. അദ്ദേഹത്തിന് പകുതി രാജ്യവും കൊടുത്തു. അദ്ദേഹം ദക്ഷിണ പാഞ്ചാലം ഭരിച്ചു കഴിഞ്ഞുകൂടി. ദ്രോണർ തന്നോട് കാണിച്ച ക്രൂരത അദ്ദേഹത്തിന്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു. ദ്രോണർ വടക്കൻ പാഞ്ചാലത്തിന്റെ രാജാവായി. അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് അവരെയെല്ലാം അനുഗ്രഹിച്ചു. അർജുനനെ പ്രത്യേകമായി വിളിച്ച് ദ്രോണൻ പറഞ്ഞു, നാം ദ്രോണാചാര്യർ ഇപ്പോൾ ആദിവിശിഷ്ടമായ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അതുപയോഗിക്കുവാനും പിൻവലിക്കുവാനുമുള്ള മന്ത്രങ്ങളോടും കൂടി നിനക്ക് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങി നീ ഗുരുദക്ഷിണ തരണം. അനന്യസാധാരണമായ അസ്ത്രമാണിത്. ഇത് വളരെ ശുദ്ധിയായും സൂക്ഷിച്ചു വെക്കണം. ഭൂമിയെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കുവാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇത് മനുഷ്യരിൽ ഒരിക്കലും പ്രയോഗിക്കരുത്. മനുഷ്യനല്ലാത്ത ശത്രുവിനെതിരെ മാത്രം പ്രയോഗിക്കുക. അർജുനൻ ഗുരുവിനെ വന്ദിച്ച് അസ്ത്രം ഏറ്റുവാങ്ങി. അവൻ ചോദിച്ചു, ആചാര്യ, ഞാൻ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി തരേണ്ടത്? ദ്രോണർ പറഞ്ഞു, നിന്നോട് ഞാൻ എതിർത്താൽ നീ എന്നോട് പൊരുതണം.
മടിക്കരുത്, സത്യം ചെയ്യണമിത്. ആ സത്യമാണ് എൻ്റെ ഗുരുദക്ഷിണ. അർജുനൻ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ടുതൊടുത്ത് സത്യം ചെയ്തു. ദ്രോണാചാര്യർ അർജുനനെ അനുഗ്രഹിച്ചു. അങ്ങനെ കാലം പിന്നെയും കടന്നുപോയി. പാണ്ഡവ കൗരവന്മാരിൽ മൂത്തയാൾ യുധിഷ്ഠിരനായിരുന്നു. ആകയാൽ അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടതായി വന്നു. യുധിഷ്ഠിരൻ സത്യം, സ്ഥിരത, ക്ഷമ, സഹിഷ്ണുത, നിഷ്കളങ്കത, സ്നേഹം, ആർജവം, ദയ തുടങ്ങിയ എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലയമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. മറ്റു പാണ്ഡവന്മാരെയെല്ലാം ജ്യേഷ്ഠന്റെ ആജ്ഞാനുവർത്തികളായി വർത്തിക്കുകയും ചെയ്തു. പാണ്ഡവന് നേടുവാൻ കഴിയാതിരുന്ന നേട്ടങ്ങൾ പാണ്ഡവന്മാർ കൈവരിച്ചു. വീരനായ യവന രാജാവിനെ അർജുനൻ കീഴടക്കി. ഗന്ധർവന്മാരെ കൊണ്ടുപോലും തോൽപ്പിക്കുവാൻ കഴിയാത്ത സുമിത്ര സൗവീരൻ എന്ന രാജാവിനെ പാർത്ഥൻ അസ്ത്രം കൊണ്ടടക്കി. ഭീമനും അർജുനനും കൂടി പോയി തെക്കും കിഴക്കുമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ എല്ലാം ജയിച്ചു. അവരെല്ലാം കുരുരാജവംശത്തിന്റെ സാമാന്തരായി. അവരിൽ നിന്ന് ധാരാളം ധനവും ലഭിച്ചു. കുരുരാജ്യത്തിന്റെ ശക്തി 4 ഭാഗത്തേക്കും വളർന്നു വലുതായി. പാണ്ഡവന്മാരെ പറ്റി പ്രജകർക്കെല്ലാം വലിയ മതിപ്പായിരുന്നു. ആളുകൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എല്ലാവരും അവരെ പ്രശംസിച്ചു. ഇതെല്ലാം ധൃതരാഷ്ട്രർക്ക് സന്തോഷത്തിന് പകരം സന്താപമാണ് നൽകിയത്. തന്റെ സ്വന്തം പുത്രന്മാരായ ദുര്യോധനാദികളെക്കാൾ എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്നത് പാണ്ഡവന്മാരാണെന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് അവരോട് വിദ്വേഷവും സ്പർദ്ധയും ഉണ്ടായി. അദ്ദേഹം പാണ്ഡവന്മാർക്കെതിരായി ചിന്തിക്കുവാൻ തുടങ്ങി. ധൃതരാഷ്ട്രരുടെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ കുശാഗ്ര ബുദ്ധിയും കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ സമർത്ഥനുമായ കണികൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്ത്രജ്ഞനും രാജനീതികളിൽ മികച്ച പണ്ഡിതനും കൂടിയായിരുന്നു. ഒരു ദിവസം ധൃതരാഷ്ട്രൻ അയാളെ രഹസ്യമായി വിളിച്ചു വരുത്തി. പാണ്ഡവന്മാരോടുള്ള ഈർഷ്യ നിമിത്തം വിങ്ങുന്ന ഹൃദയം തുറന്നു കാട്ടിക്കൊണ്ട് ചോദിച്ചു, ഹേ കണിക, എല്ലാറ്റിലും ഉത്കർഷം നേടുന്ന പാണ്ഡവന്മാരിൽ എനിക്ക് അസൂയ തോന്നുന്നു. ഞാൻ എന്താണ് വേണ്ടത്? അവരെ സ്നേഹിച്ച് കൂടെ നിർത്തണോ, അതോ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണോ? കണികൻ പറഞ്ഞു, മഹാരാജാവേ, വേണ്ടതെന്തെന്ന് ഞാൻ തുറന്നു പറയാം. അതുകൊണ്ട് എൻ്റെ പേരിൽ പിന്നീട് അങ്ങേക്ക് വിദ്വേഷം തോന്നരുത്. ഭരണകർത്താക്കൾ എപ്പോഴും ആരെയും ദണ്ഡിക്കുവാൻ സന്നദ്ധരായിരിക്കണം. ശത്രുക്കളെ തക്കം നോക്കി പ്രഹരിക്കണം. സ്വന്തം രഹസ്യങ്ങളെ അന്യൻ കണ്ടുപിടിക്കരുത്. തൻ്റെ ശക്തിയും വിഭവവും അന്യർ അറിയാതെ സൂക്ഷിക്കണം. ശരിക്ക് വലിച്ചൂരിയെടുത്ത് കളയാത്ത മുള്ള് ശരീരം അനങ്ങുമ്പോഴൊക്കെ ചോര വരുത്തുമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ദ്രോഹിക്കുന്ന ശത്രുക്കളെ നിശേഷം സംഹരിക്കുകയാണ് വേണ്ടത്. ശത്രുവിൻ്റെ ആപൽക്കാലത്തെ മനസ്സിലാക്കി സമയം കളയാതെ ആഞ്ഞടിക്കാം. സ്വന്തം സാമർഥ്യം കാണിക്കുവാൻ സന്ദർഭം കിട്ടാതെ വരുമ്പോൾ ശത്രുവിനെ ആശ്രയിച്ചു കൂടണം. ശത്രു ധിക്കരിച്ചു പറഞ്ഞാൽ അതൊന്നും കേട്ടതായി പോലും ഭാവിക്കരുത്. ദുരുദ്ദേശത്തോടുകൂടി അടുത്തുകൂടുന്ന ശത്രുവിനെ സമാധാന വചനങ്ങൾ കൊണ്ട് പാട്ടിലാക്കി കൊല്ലണം. ചത്തു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ടതില്ലല്ലോ. ജന്മശത്രു ബന്ധുവായാലും അവനെ വിശ്വസിക്കരുത്. എല്ലായിടങ്ങളിലും വേണ്ടത്ര ചാരന്മാരെ നിയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കണം. ശത്രുവിനെ ചതുരുപായങ്ങൾ പ്രയോഗിച്ചും വകവരുത്തുവാൻ ഒരിക്കലും മടിക്കരുത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ധൃതരാഷ്ട്രർ ചോദിച്ചു, എന്തൊക്കെയാണ് ചതുരുപായങ്ങൾ? അതെങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്? കണികൻ തുടർന്ന് പറഞ്ഞു, മഹാരാജാവേ, സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവയാണ് ചതുരുപായങ്ങൾ. അതെപ്രകാരം പ്രയോഗിക്കണമെന്ന് ഞാനൊരു രസകരമായ കഥ രൂപേണ പറഞ്ഞു തരാം. പണ്ട് കാട്ടിലൊരു കുറുക്കൻ പാർത്തിരുന്നു. അവൻ ബുദ്ധിമാനും സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ അതിസമർത്ഥനുമായിരുന്നു. അവൻ ചെന്നായ, എലി, പുലി, കീരി എന്നിങ്ങനെ 4 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ആ കാട്ടിൽ കൊഴുത്തു തടിച്ച ഒരു മാനുണ്ടായിരുന്നു. ഓടാൻ സമർത്ഥനായ അവനെ പിടികൂടാൻ പുലി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഒരിക്കലും വിജയിച്ചില്ല. ഒരു ദിവസം ചെങ്ങാതിമാരെ എല്ലാവരെയും വിളിച്ചുകൂടി സമ്മേളിച്ച് മാനിനെ പിടിക്കുന്ന കാര്യമായിരുന്നു ചർച്ചാ വിഷയം. ചർച്ചയിലൂടെ വഴിയൊന്നും കണ്ടില്ല. കുറുക്കൻ പറഞ്ഞു, ഞാനൊരു സൂത്രം പറയാം. മാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എലി പോയി അവന്റെ കാലിൽ കരണ്ട് മുറിവിട്ടാക്കണം. അപ്പോൾ മാനിനെ വേഗത്തിൽ ഓടുവാൻ കഴിയാതെ വരും. ആ തക്കം നോക്കി പുലിക്കവനെ പിടിച്ച് കൊല്ലുവാൻ കഴിയും. നമുക്കെല്ലാവർക്കും ചേർന്ന് അവനെ തിന്നാം. ഒന്നാന്തരം സൂത്രം. എല്ലാവരും കൈയടിച്ച് അംഗീകരിച്ചു. കുറുക്കന്റെ ബുദ്ധിശക്തിയെ വാഴ്ത്തി. പരിപാടി അനുസരിച്ച് ഒരു ദിവസം എലി മാനിന്റെ കാൽ കരണ്ട് മുറിച്ചു. മാനിന്റെ ഓട്ടത്തിന് വേഗം കുറഞ്ഞു. പുലി മാനിനെ പിടിച്ചു കൊന്നു. എല്ലാവരും മാംസം തിന്നുവാൻ ചുറ്റിനും കൂടി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, സ്നേഹിതന്മാരെ, എത്രനാൾ ആഗ്രഹിച്ചാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. ആകയാൽ ഇന്നൊരു പുണ്യദിനമാണ്. എല്ലാവരും പോയി കുളിച്ചു വന്നിട്ട് ഇത് ഭക്ഷിച്ചാൽ മതി. ഞാനിതിനെ കാത്തുകൊണ്ട് ഇവിടെ ഇരിക്കാം.
നിങ്ങൾ വന്നിട്ട് ഞാൻ കുളിക്കാൻ പോകാം. എല്ലാവരും കുളിക്കുവാൻ പോയി. പുലിയാണ് കുളി കഴിഞ്ഞ് ആദ്യം മടങ്ങിയെത്തിയത്. പുലി വരുന്നത് കണ്ട ഉടനെ കുറുക്കൻ ധ്യാനനിരതനായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പുലി ഇത് കണ്ട് ചോദിച്ചു, സുഹൃത്തെ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? കുറുക്കൻ വിഷാദത്തോടെ പുലിയെ നോക്കി ഇടറുന്ന കണ്ണത്തോടെ പറഞ്ഞു, ആ എലി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. അവനാണ് പോലും മാനിനെ പിടിച്ചത്. അവൻ ചോദിക്കുകയാണ്, ഹോ, ഒരു പുലി, ആ പുലിക്ക് എന്ത് ശക്തിയാണുള്ളത്? അവന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ മാനിനെ പിടിച്ചില്ല? അവൻ അശക്തനായ ഒരു ഭീരുവാണ്. എലിയുടെ വീരവാദം കേട്ട് ഈ മാംസം തിന്നുവാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. സ്നേഹിത, ഇത് തിന്നുവാൻ നീ എന്നെ നിർബന്ധിക്കരുത്. എലി പറഞ്ഞതായി കുറുക്കൻ പറഞ്ഞ വാക്കുകൾ പുലിയുടെ ആത്മാഭിമാനത്തെ തട്ടിയുണർത്തി. താൻ അശക്തനായ ഒരു ഭീരുവാണ് പോലും. പുലി പറഞ്ഞു, ഹാ, എന്തൊരു അപമാനം! ഞാൻ അശക്തനായ ഭീരുവോ? വേണ്ട, അവന്റെ സഹായത്തോടെ പിടിച്ച് ഈ മാനിന്റെ മാംസം എനിക്ക് വേണ്ട. വേറെ എന്തിനെങ്കിലും പിടിച്ച് മാംസം ഭക്ഷിക്കുന്നത് ഞാൻ എലിയെ കാണിച്ചു കൊടുക്കാം. സ്നേഹിത, ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞിട്ട് പുലി സ്ഥലം വിട്ടു. അപ്പോഴാണ് മൂഷികൻ കുളി കഴിഞ്ഞെത്തിയത്. കുറുക്കൻ എലിയോട് പറഞ്ഞു, ചങ്ങാതി, നീ ദീർഘായുസായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ കേരി പറഞ്ഞത് നീ അറിഞ്ഞോ? പുലി കടിച്ചതുകൊണ്ട് ഈ മാംസത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന്. അതിനാൽ അവൻ ഈ മാംസം വേണ്ടത്രേ. എന്നാൽ അതിനു പകരം അവൻ നിന്നെ കൊന്ന് സംതൃപ്തി ആട്ടുകൊള്ളാമെന്നാണ് പറഞ്ഞത്. നോക്കണേ ആ കീരിയുടെ ദുരാഗ്രഹം. അവൻ നന്ദി കെട്ടവനാണ്. ജംബുകൻ സരസമായി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എലി ഭയം കൊണ്ട് വിറച്ചു. കീരി വരുന്നതിന് മുമ്പായി എലി ഓടിപ്പോയി. ചെന്നായിയാണ് പിന്നീടെത്തിയത്. കുറുക്കൻ ചെന്നായിയോട് പറഞ്ഞു, സുഹൃത്തെ, കാര്യം കുഴപ്പത്തിലായിരിക്കുകയാണ്. പുലിക്ക് 3-4 വിരുന്നുകാർ വന്നിരിക്കുന്നു. ഈ മാനിന്റെ മാംസം അവർക്കെല്ലാവർക്കും കൂടി തികയില്ലെന്ന് പുലി ഇവിടെ വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. അതിന് പുലി പറഞ്ഞ മറുപടി, അത് സാരമില്ല, ഞങ്ങൾ 4-5 പേരുണ്ട്. ചെന്നായി എതിർപ്പ് കാട്ടിയാൽ ഞങ്ങൾ അവരോട് വേണ്ട പോലെ പെരുമാറിക്കൊള്ളാമെന്നാണ്. തീർച്ചയായും 4-5 പേരുണ്ടെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചെന്നായി ഭയപ്പെട്ടു. 4-5 പുലികൾ ഒരുമിച്ച് കൂടി എതിർത്താൽ തനിക്ക് യാതൊരു രക്ഷയുമല്ലെന്നറിയാവുന്ന അവൻ പുലികൾ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സ്ഥലം വിട്ടാൽ മതി എന്ന ചിന്തയോടെ ഓടിക്കളഞ്ഞു. അവസാനമായി കീരി എത്തി. കുറുക്കൻ പറഞ്ഞു, ഞാൻ എൻ്റെ സാമർത്ഥ്യം കൊണ്ട് മറ്റുള്ളവരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു. നീ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടി എന്നെ കൊന്നു മാംസം ഭക്ഷിച്ചുകൊള്ളുക. ഇത് കേട്ട കീരി കുറുക്കന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ കഴിവിന്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു. പുലി, ചെന്നായി, മൂഷികൻ എന്നീ വീരന്മാരെയൊക്കെ തോൽപ്പിച്ചോടിക്കുവാൻ കഴിഞ്ഞ ഭവാനോട് എനിക്കെന്ത് ചെയ്യുവാനാണ്? അങ്ങയോട് പൊരുതുവാൻ ഞാനാണല്ല. കീരി ജീവനും കൊണ്ട് ഓടി. എല്ലാവരെയും ഓടിച്ച കുറുക്കൻ മാനിന്റെ മാംസം ഭക്ഷിച്ച് തൃപ്തനായി. രാജാവേ, കുറുക്കനെ പോലെ കാര്യം നടത്തുന്ന രാജാവ് ഏത് സാഹചര്യത്തിലും വിജയിക്കും. ഭീരുവിനെ ഭയപ്പെടുത്തി ഓടിക്കണം. ശൂരന്മാരെ വന്നിച്ച് പാട്ടിലാക്കണം. ലുബ്ധനെ ദാനം കൊണ്ട് പിടിക്കണം. സവനെയും ദാണവനെയും കയ്യൂക്കും കൊണ്ട് നേരിടണം. മഹാരാജാവേ, ശത്രുനാശത്തിനും ജീവിത വിജയത്തിനും ആവശ്യമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ദേഷ്യം വന്നാലും അത് പ്രകടിപ്പിക്കാതെ പുഞ്ചിരിയോടെ കാര്യം പറയണം. കോപിക്കുന്ന അവസരത്തിലും അന്യരെ നിന്ദിച്ചു പറയരുത്. അവിശ്വസ്തനെ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസ്തന്മാരെയും അതിരുവിട്ട് വിശ്വസിക്കരുത്. വാക്കുകൊണ്ട് ഭംഗിവാക്ക് പറയുകയും ചിരിച്ച് വിനീതനായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് വാളുപോലെ മൂർച്ചയുള്ളവനായിരിക്കണം. ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ എപ്പോഴും ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. അവന്റെ പ്രയത്നം ശത്രുവായാലും മിത്രമായാലും ആരും മനസ്സിലാക്കുവാൻ ഇടയാകരുത്. അപൂർണമായ നിലയിൽ നിന്ന് ആരെയും കാണരുത്. ആപത്തുണ്ടാകുന്നതിന് മുമ്പ് അതിൽ ഭയത്തോടെ പ്രവർത്തിക്കണം. ആപത്ത് വന്നാൽ പിന്നെ നിർഭയനായി അതിനോട് ഏറ്റുമുട്ടണം. രാജാവേ, രാജാവെന്ന നിലയ്ക്ക് ശക്തനാകണമെങ്കിൽ അങ്ങ് പാണ്ഡവരോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കണം. പാണ്ഡവന്മാർ ബലവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുള്ള ഭയം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ആ ശല്യം ഇനിയും ഗ്രഹത്തിൽ വെച്ചു പൊറിപ്പിച്ചാൽ നിങ്ങൾക്ക് ആപത്താണ് സംഭവിക്കുന്നത്. കണികൻ ഇപ്രകാരം ഉപദേശിച്ചിട്ട് പോയിക്കളഞ്ഞു. ധൃതരാഷ്ട്രൻ ചിന്തയിലാണ്ടു. അദ്ദേഹത്തിന്റെ ദുഷ്ബുദ്ധി സദ്ബുദ്ധിയെ കീഴടക്കി. ഇനിയും എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന ആലോചനയായി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നും വ്യക്തമായി തെളിഞ്ഞു വന്നില്ല. തുടരും.